നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/24. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? സമചതുരം അഥവാ സ്ക്വയർ. അപ്പോൾ സമചതുര ആകൃതിയിലുള്ള ഒരു തുണിയുടെ നീളമാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ക്വയർ, അതിൻ്റെ ഒരു വശം 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ വരുന്നത്. അതിനാണ് 100 രൂപ. അപ്പോൾ അതിൻ്റെ പകുതി നീളം, പകുതി എന്ന് പറയുമ്പോൾ 0.5, അര, ഞാൻ ഡെസിമൽ രൂപത്തിൽ 0.5 മീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളമെങ്കിൽ ഇത് അതിൻ്റെ പകുതിയാക്കിയാൽ ഒരു 0.5, ഇപ്പം 1 മീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 0.5 മീറ്റർ ആയാൽ 0.5 സ്ക്വയർ. സമചതുരമായതുകൊണ്ട് 0.5 × 0.5 ആണ് അതിൻ്റെ വിസ്തീർണം കാണാൻ, ഈക്വൽ ടു 0.25. അപ്പോൾ 1/4 ഭാഗമാണ് ഇപ്പോൾ ഏരിയ അഥവാ വിസ്തീർണം മാറിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ എഴുതുമ്പോൾ സംശയം തോന്നിയാൽ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 × 100. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100 × 100 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി 0.5 മീറ്റർ എന്ന് പറയുമ്പോൾ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 × 50 ചെയ്യുമ്പോൾ 2500 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 10,000-ൻ്റെ 1/4 ആണ് ഈ 2500. അപ്പോൾ 100 രൂപയുള്ളതിൻ്റെ 1/4 മാറും അതിൻ്റെ വില, അതായത് 25 രൂപ. 25 രൂപയായിരിക്കും അതിൻ്റെ പകുതി നീളമുള്ള തുണിക്ക് വില വരിക. ഓപ്ഷൻ എ 25 രൂപ. അടുത്ത ചോദ്യം, ഏതു 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാവുക? തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയാകാൻ ഏത് 2 ചിഹ്നങ്ങളാണ് മാറ്റേണ്ടതെന്നാണ് ചോദ്യത്തിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഓപ്ഷൻസ് പ്രകാരം നമുക്ക് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബോഡ് മാസ് പ്രകാരമാണ് ചെയ്യേണ്ടത്, അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പ്ലസ് മൈനസ് മാറ്റിയിട്ട് നോക്കാം. ഇവിടെ ഇതിനെ ഓപ്ഷൻ എ പ്രകാരമാണെങ്കിൽ 5 - 3 × 8 + 12 / 4. അപ്പോൾ ആദ്യം 5 - 3 × 8 + 12 / 4 ആദ്യം ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. ഇനി 5 - 3 × 8 മൾട്ടിപ്ലിക്കേഷൻ 24 + 3 which is not equal to 3. എന്തായാലും അത് 3 ഉത്തരം വരില്ല. ഇനി ഓപ്ഷൻ ബി പ്രകാരം മൈനസും ഡിവിഷനും മാറ്റിയിടുന്നു, അതായത് 5 + 3 × 8 മൈനസ് ഉള്ളിടത്ത് ഡിവിഷൻ ഇട്ടു, 12 - 4. ഇനി ഇവിടെ 5 + 3 × 8 / 12 മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്ത് ഡിവിഷനിലേക്കും പോകാം. ഇവിടെ ഞാൻ 8/12 - 4 ഇങ്ങനെ എഴുതുന്നു. ഇനി ഇവിടെ 3 × 4, അവിടെ 2. അപ്പോൾ 5 +
2 minus 4 equal to 7 minus 4 equal to 3. ഇപ്പോൾ ഇത് കറക്റ്റായി തന്നെ 3 ഈ സമവാക്യം ശരിയാകുന്നു. അപ്പോൾ ഓപ്ഷൻ ബി അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ശരിയായത്. അപ്പം മൈനസ് ഡിവിഷൻ, ഈ ചിഹ്നങ്ങൾ ഇത് പരസ്പരം മാറ്റിയിടുമ്പോഴാണ് ശരിയാകുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ഈ രണ്ടു സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? LCM 60, HCF 3. ഒരു സംഖ്യ 12 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗു ഇൻറ്റു ഉസാഖയാണ്. ലസാഗു ഇൻറ്റു ഉസാഖ. അപ്പോൾ 12 ഇൻറ്റു നമുക്ക് അറിഞ്ഞൂടാത്ത സംഖ്യ എക്സ് എന്ന് പറയുന്നു ഈക്വൽ ടു 60 ഇൻറ്റു 3. അപ്പോൾ എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 3 ബൈ 12 ഈക്വൽ ടു 15. രണ്ടാമത്തെ സംഖ്യ 15 ആകുന്നു. ഓപ്ഷൻ ഡി 15. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 ഈക്വൽ ടു 15 സ്ക്വയർ 225 പ്ലസ് 12 സ്ക്വയർ 144 മൈനസ് 2 ഇൻറ്റു 15 30 ഇൻറ്റു 12 360. സ്ക്വയർ റൂട്ട് ഓഫ് 369 മൈനസ് 360 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുന്നു 3 പ്ലസ് ഓർ മൈനസ് 3 വരും, അതിൽ 3. ഇനി ഇത് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ പഠിക്കുന്ന a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ a 15 b 12, 15 മൈനസ് 12 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഉത്തരം 3 ആണ്. ഓപ്ഷൻ എ 3. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലും ആണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ആയാൽ പാലിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇവിടെ വെള്ളം 4, പാലിൻ്റെത് 5 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അപ്പം വെള്ളം 80 മില്ലി ആണ്. പാല് എത്ര? അപ്പോൾ 4 ഇൻറ്റു 20 ആണ് നമുക്ക് 80. അഥവാ നമ്മൾ 80 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 20 കിട്ടുന്നു. അതേ 20യെ തന്നെ ഇവിടെ 5 കൊണ്ടും ഗുണിക്കുക. 5 ഇൻറ്റു 20 ഈക്വൽ ടു 100 മില്ലി ലിറ്റർ. ഫോർ ബൈ 80 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 ബൈ, ഇത് നമുക്ക് അറിയാത്തതിനെ എക്സ് എന്ന് എടുത്തു. അപ്പം 4x ഈക്വൽ ടു 80 ഇൻറ്റു 5 400. എക്സ് ഈക്വൽ ടു 400 ബൈ 400. ആ രീതിയിലും ചെയ്യാം. എന്തായാലും ഉത്തരം 100 മില്ലി. രണ്ട് രീതിയിലും ചെയ്യാം, റേഷ്യോ എടുത്തിട്ട്. ഉത്തരം 100 മില്ലി ലിറ്റർ. 80 മില്ലി ലിറ്റർ വെള്ളമാണെങ്കിൽ 100 മില്ലി ലിറ്റർ പാല്. അടുത്ത ചോദ്യം, 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2. അതിൽ നിന്നും 20 കുറച്ചാൽ എത്ര? ഇതാണ്, ഇതിൽ നിന്നും 20 കുറയ്ക്കുക. അപ്പോൾ 32 ഇൻറ്റു 10
320 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 8. അതിൽ നിന്നും 20 കുറയ്ക്കുന്നു. അതായത് 40 മൈനസ് 20 ഈക്വൽ ടു 20. ഉത്തരം 20. ആൻസർ ഓപ്ഷൻ സി 20. അടുത്ത ചോദ്യം 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8 എത്ര? അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിനെ നമുക്ക് 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവൈഡഡ് ബൈ 2.8 എന്ന് എഴുതാം. 6.4 പ്ലസ് 3.6 ദാറ്റ് ഇസ് 10 ഇൻറ്റു 6.4 മൈനസ് 3.6 ഈക്വൽ 2.8 ഡിവൈഡഡ് ബൈ 2.8. അപ്പോൾ ആൻസർ 10 10 ഉത്തരമായി വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി 10. അടുത്ത ചോദ്യം 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതാണ് സമഭുജ ത്രികോണം. 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം സ്ക്വയർ, അതിൻ്റെ പെരിമീറ്ററാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം, ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 16.3 ഒരു വശത്തിൻ്റെ നീളമായി വരുന്ന സമഭുജ ത്രികോണം, അതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 16.3 48.9 ആണ്. ഇനി 12.1 വശത്തിൻ്റെ അളവ് വരുന്ന സമചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 4 ഇൻറ്റു 12.1 48.4. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം 48.9 മൈനസ് 48.4 = 0.5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ഒരു നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ നോട്ടുകളുടെ നമ്പർ ക്രമത്തിലായിരിക്കും. അപ്പോൾ ആദ്യത്തേൻ്റെത് 7575 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 59 കൂട്ടുക. കാര്യം ആകെ 60 ആണുള്ളത്, അതിൽ ഒന്നാമത്തേതാണ് 7575. അപ്പോൾ ഇനി 59 കൂടി കൂട്ടുക. 9 5 14 7 5 12 13 6 7 6 3 4 എന്നതായിരിക്കും അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ. നോട്ടുകൾ എപ്പോഴും ആ സീരിയൽ ഓർഡറിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കൂട്ടിയാൽ മതി. 7 6 3 4 7634. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 ഡാഷ് 55. 1 5 11 19 29 ഡാഷ് 55. 1ഉം 4ഉം കൂട്ടിയാൽ 5, 5ഉം കൂടെ 6 കൂട്ടുമ്പോൾ 11, 11ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 19, 19ൻ്റെ കൂടെ അടുത്ത 10 കൂട്ടുമ്പോൾ 29. അപ്പോൾ അടുത്തത് 29ൻ്റെ കൂടി 12 കൂട്ടുന്നതെങ്കിൽ ഇപ്പോൾ 4 6 8 10 അടുത്ത 12
41, 41ഉം 14ഉം 55. അപ്പോൾ ഇവിടെ 12 തന്നെയാണ് കൂട്ടേണ്ടത്. കൂട്ടുമ്പോൾ ഉത്തരം 41 എന്ന് കിട്ടും. ഇവിടെ വരേണ്ട ഉത്തരം 41 ആണ്. ആൻസർ ഓപ്ഷൻ ഡി 41. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്